ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ ലഭ്യമായിട്ടുള്ള വളരെ ഉപകാരപ്രദവും അതുപോലെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു ഫീച്ചർ ആണ്. നമ്മൾ പലപ്പോഴും ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടാറുണ്ട്. ഒരുപാട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്കത് ടൈപ്പ് ചെയ്ത് തീർക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അറിയാത്ത ഒരു ഭാഷയിൽ എഴുതിയ ഒരു മാറ്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെയും നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകൾക്കൊക്കെ തന്നെ വളരെ സ്മാർട്ടായ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ഫെസിലിറ്റി നമ്മളുടെ എല്ലാവരുടെയും ഫോണിൽ തന്നെയുണ്ട്. അത് നമുക്കിന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ ലെൻസ് എന്ന സങ്കേതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിനായി നമുക്ക് നമ്മളുടെ ഫോണിൽ നിന്ന് തന്നെ ഈ കാര്യം പരിചയപ്പെടാം. നമ്മുടെ ഫോണിൽ ഒരു ബ്രൗസർ കിടക്കുന്നുണ്ട്. നമുക്ക് ക്രോം അതുപോലെ തന്നെ മറ്റ് ബ്രൗസറുകൾ ഫോണിലുണ്ടാവും. അതല്ലാതെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉണ്ടായിരിക്കും, എല്ലാവരുടെയും ഫോണിലുണ്ടായിരിക്കും. ജി എന്ന അക്ഷരമാണ് ആ ആപ്പിൻ്റെ ഐക്കൺ. അതിൻ്റെ അടിയിൽ ഗൂഗിൾ എന്ന് എഴുതിയിരിക്കും. നമുക്കത് തുറക്കാം. ക്രോമല്ല തുറക്കേണ്ടത്, ഈ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്പാണ് തുറക്കേണ്ടത്. അപ്പോൾ അതിനടിയിൽ നിങ്ങൾക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനോ കാണാം. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ അകത്തുള്ളത് സ്നാപ്ഷോട്ടാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയുടെ ആക്സസ് ചോദിക്കും. അപ്പോൾ ഓക്കെ കൊടുക്കുക. ക്യാമറയുടെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്കൊരു 3 ഐക്കൺ കാണാം. ഒന്ന് നമ്മളുടെ കീബോർഡിൻ്റെ ചിഹ്നമാണ്, മറ്റൊന്ന് സൗണ്ടിൻ്റെ ചിഹ്നമാണ്, അടുത്ത ഒന്ന് കാണാം, അതാണ് ഒരു ലെൻസിൻ്റെ ചിഹ്നം. ഈ ലെൻസിൻ്റെ ചിഹ്നമാണ് നമ്മളെ ഗൂഗിൾ ലെൻസിലേക്ക് എത്തിക്കുന്നത്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ നമ്മുടെ ക്യാമറ ഓണായി വരികയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അടിയിൽ, ഈ ഒരു വിൻഡോയിൻ്റെ അടിയിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഒന്നാമത്തത് ട്രാൻസ്ലേറ്റ്, രണ്ടാമത്തത് ടെക്സ്റ്റ്, മൂന്നാമത്തത് സെർച്ച്, നാലാമത്തത് ഹോംവർക്ക്, പിന്നെ ഷോപ്പിംഗ്, പിന്നെ പ്ലേസസ്, പിന്നെ ഡൈനിങ്. ഇത്രയും ഓപ്ഷൻസ് ഇതിൻ്റെ അടിയിൽ കാണാം. ഇതിനകത്ത് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിൽ നമ്മൾ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് നമ്മളൊരു ടെക്സ്റ്റ് സ്കാൻ ചെയ്യുകയാണ്. എഴുതിയതോ ഇനി അതല്ല പ്രിൻ്റ് ചെയ്തതുമായ ഒരു ടെക്സ്റ്റ് കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ഞാൻ സ്കാൻ ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ 2 ഓപ്ഷനുകൾ വന്ന് കാണാം. സെലക്ട് ഓൾ, ലിസൺ. ഈ സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെലക്റ്റായി വരും. അതുപോലെ തന്നെ താഴെ കോപ്പി ടെക്സ്റ്റ്, കോപ്പി ടു കമ്പ്യൂട്ടർ, ലിസൺ എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ കാണാം. ഇവിടെ ഈ ലിസൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത ഈ മാറ്റർ ഗൂഗിൾ ലെൻസ് നമുക്ക് പറഞ്ഞു തരും. നമുക്കൊന്ന് കേട്ട് നോക്കാം. സോഷ്യലിസം ഇതിനെ പരിഗണിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്. അത് വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയല്ല, സമൂഹത്തിന്റെ പൊതുവായ താല്പര്യത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാട്സപ്പിലോ മെസ്സഞ്ചറിലോ അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, ടൈപ്പ് ചെയ്തതുപോലെ. അപ്പോൾ നമ്മളിനി ടൈപ്പ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടണ്ട. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടുന്ന ടെക്സ്റ്റ് ഇതുപോലെ എടുത്തിട്ട് ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഉപയോഗം. രണ്ടാമത്തത് നമുക്ക് ട്രാൻസ്ലേറ്റ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി മലയാളം ടു ഇംഗ്ലീഷ് എന്ന് കാണാം. മലയാളമാണ് സ്കാൻ ചെയ്യുന്നതെങ്കിൽ, ഇനി അതല്ല ഇംഗ്ലീഷ് ടു മലയാളമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്കൊന്നും അറിയില്ലെങ്കിൽ, ലാംഗ്വേജ് ഏതാണെന്നറിയില്ല, ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു, ബസ്സിൻ്റെ ബോർഡ് കണ്ടു, നമുക്ക് ലാംഗ്വേജ് അറിയില്ല, അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അത് ഗൂഗിൾ തന്നെ കണ്ടുപിടിച്ചോളും. എന്നിട്ട് ആ ടെക്സ്റ്റ് നമ്മൾ ഒന്ന് സ്കാൻ ചെയ്യാം.
ഇതുപോലെ തന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നത് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് ബോർഡിൽ അത് അങ്ങനെ തന്നെ വരും. നമുക്കത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് നമുക്ക് വേണ്ട സ്ഥലത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും ഈ സംഭവം. ഇനി അടുത്ത വേറൊരു ഓപ്ഷൻ്റെ അകത്ത് കാണുന്നത് സെർച്ച് എന്ന് പറയുന്നത് ഒന്നാണ്. ഇത് വളരെ രസകരമായ ഒരു ഓപ്ഷനാണ്. ഉദാഹരണമായിട്ട് നമ്മളൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ താഴെ വരുന്നത് കാണാം. നമ്മളൊരു വസ്തു, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മൗസ് സെർച്ച് ചെയ്യാണ്, HP-ൻ്റെ ഒരു മൗസാണ് അത്. അപ്പോൾ അതെന്താണെന്ന് അതിൻ്റെ താഴെ വന്നിട്ടുണ്ട്. HP-യുടെ വയേർഡ് മൗസാണത്. അത്രയും കൃത്യമായിട്ടാണ് ഇത് തരിക. ഇനിയിപ്പോൾ ഇതിനേക്കാളൊരു രസകരമായ ഒരു സാധനം, നമ്മളൊരു ചെടി അല്ലെങ്കിൽ ഒരു പൂവ് കണ്ടു. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പൂവ് ഞാൻ സ്കാൻ ചെയ്യാണ്. സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ആ പൂക്കൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ഇങ്ങനെ ഏത് സാധനം സ്കാൻ ചെയ്താലും നമുക്ക് കിട്ടും. ഇനി മറ്റൊന്നാണ് ഷോപ്പിംഗ്. ഇതിൽ നമുക്കിപ്പോൾ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ കിട്ടും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വില എന്താണ്, ഏതൊക്കെ സൈറ്റുകളിൽ കിട്ടും, ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വേറൊന്നാണ് ഡൈനിങ്. നമ്മളൊരു ഭക്ഷണ സാധനത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഇതുപോലെ സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞു തരും ഈ ഭക്ഷണ സാധനം എവിടെയൊക്കെ കിട്ടും എന്നുള്ള കാര്യമൊക്കെ തന്നെ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.